ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ശർമാജിസ് മീഡിയയുടെ കഥാമൃതം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഒരാശ്രമത്തിൽ ഗുരുവായ സന്യാസി ശിഷ്യന്മാരോട് ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാം ഈശ്വരൻ വസിക്കുന്നുണ്ട്. ഈ ലോകത്തിലുള്ള സർവ ജീവജാലങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു. അതുകൊണ്ട് ഒരു ജീവിയെപ്പോലും ഉപദ്രവിക്കാതിരിക്കുക, കൊല്ലാതെ ഇരിക്കുക, അത് ജീവിതവ്രതമായി സ്വീകരിക്കണം. അഹിംസ എന്നുള്ളത് ജീവിത വ്രതമായിരിക്കണം. അഹിംസ എന്നാൽ കൊല്ലാതിരിക്കുക എന്ന് മാത്രമല്ല, ഒരു ജീവിയെ കൊല്ലാതിരിക്കുക മാത്രമല്ല അഹിംസ. പിന്നെയോ മനസ്സ വാച കർമ്മണ സർവഭൂതേഷു സർവദാ അക്ലേശ ജനനം പ്രോക്ത അഹിംസ കഥ്യതേ ബുധേ. അഹിംസയെക്കുറിച്ച് ബുധന്മാർ, അറിവുള്ളവർ ഇങ്ങനെ പറയുന്നു: മനസ്സുകൊണ്ടോ വാചകം കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഒരു ജീവിക്കും ഒരു ക്ലേശവും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്ലേശം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതും ഹിംസയിൽപ്പെടുന്നതാണ്. മനസ്സ വാച കർമ്മണ സർവഭൂതേഷു സർവദാ അക്ലേശ ജനനം പ്രോക്ത അഹിംസ കഥ്യതേ ബുധി. അതുകൊണ്ട് അദ്വേഷ്ട സർവഭൂതാനാം, ഒരു ജീവജാലത്തിനോടും വിദ്വേഷമുണ്ടാകാതെ ഇരിക്കുക. മൈത്രി കരുണയേവച, മിത്രഭാവത്തോടും കരുണയോടും കൂടി ഇരിക്കുക. നിർമ്മമോ നിരഹങ്കാര, നിർമ്മമം ഞാനെന്ന ഭാവം ഇല്ലാതിരിക്കുക. അഹങ്കാര രഹിതനായിരിക്കുക. സമദുഃഖ സുഖക്ഷമി, ദുഃഖം വരുമ്പോഴും സുഖം വരുമ്പോഴും ക്ഷമയുള്ളവരായിരിക്കുക. സംയമനം പാലിക്കുക. ദുഃഖം വരുമ്പോൾ അമിതമായിട്ട് ദുഃഖിക്കുകയും സുഖം വരുമ്പോൾ അമിതമായിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യാതിരിക്കുക. സംയമനം പാലിച്ചിരിക്കുക. ക്ലാസ്സൊക്കെ കഴിയും. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആശ്രമത്തിന് പൂക്കൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഒരു ശിഷ്യൻ പൂക്കൾ ശേഖരിച്ചുകൊണ്ട് ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ്. ഈ സമയത്ത് ഒരു മനുഷ്യൻ അതിവേഗം ഓടി വരികയാണ്. അയാളുടെ കയ്യിൽ ഒരു നീണ്ട വടിയുണ്ട്, ഒരു തോട്ടിയുമുണ്ട്. കണ്ടാൽ ആനക്കാരനാണെന്ന് മനസ്സിലാവും. ആ ആനക്കാരൻ പറയുകയാണ്: ആന ഇടഞ്ഞു വരുന്നുണ്ട്, ഇവിടെ നിൽക്കുന്നവരൊക്കെ കുറച്ച് മാറി നിൽക്കുക. അവിടെ 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു. അവർ പെട്ടെന്ന് വേറെ സ്ഥലത്തേക്ക് മാറി. അപ്പോൾ ഈ യുവ സന്യാസി ചിന്തിച്ചു ഗുരു പറഞ്ഞ കാര്യങ്ങൾ. മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്. സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട്. എന്നിലും ഈശ്വരനുണ്ട്, ആനയിലും ഈശ്വരനുണ്ട്. അതുകൊണ്ട് ഞാൻ ആനയെ ഉപദ്രവിക്കുന്നില്ല. അതുകൊണ്ട് ആന എന്നെയും ഉപദ്രവിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ മാറുന്നില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്. സന്യാസി അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് ആന ചിഹ്നം വിളിച്ചുകൊണ്ട് മുമ്പിൽ വന്നു. സന്യാസിയെ കണ്ട ആന തുമ്പിക്കൈയിൽ അയാളെ ചുഴറ്റിയെടുത്ത് അടുത്ത പറമ്പിലേക്ക് ഒരു ഏറ് വെച്ചു. അവിടെ പോയി വീണു. കൈയും കാലും ഒടിഞ്ഞു, നടുവിന് ക്ഷതം പറ്റി. ആശ്രമത്തിൽ അറിഞ്ഞു. ആൾക്കാരെല്ലാം ഓടി വന്ന് ഇദ്ദേഹത്തെ എടുത്ത് വൈദ്യരെ കാണിച്ചു. വൈദ്യര് ശുശ്രൂഷകൾക്ക് നൽകി 6 മാസത്തെ വിശ്രമം നിർദ്ദേശിച്ചു. അയാളെ ആശ്രമത്തിൽ കൊണ്ട് കിടത്തി. അപ്പോൾ ഗുരു അയാളെ കാണാൻ വരികയാണ്. ഗുരു ചോദിച്ചു: എന്താ മകനെ സംഭവിച്ചത്? അല്ല, അങ്ങേ വിശ്വസിച്ചതാണ് എനിക്കിത് സംഭവിക്കാനുള്ള കാരണം. അതെന്താണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനല്ലേ പറഞ്ഞത് സർവചരാചരങ്ങളിലും ഈശ്വരനുണ്ട്, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരനുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആനയെ ഞാൻ ഉപദ്രവിക്കുന്നില്ല, ആന എന്നെയും ഉപദ്രവിക്കില്ല. എന്നിലും ഈശ്വരനുണ്ട്, ആനയിലും ഈശ്വരനുണ്ട്. ഗുരു എന്ന് മന്ദഹസിച്ചു. എന്നിട്ട് പറഞ്ഞു: ഞാൻ ഇപ്പോഴും പറയുന്നു, മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും എല്ലാ ജീവജാലങ്ങളിലും ഈശ്വരൻ വസിക്കുന്നുണ്ട്. ശിഷ്യ, നിനക്ക് പറ്റിയ ഒരു ചെറിയ തെറ്റാണ് ഇതിന് കാരണം.
അതെന്തെന്ന് ചോദിച്ചാൽ, ആന വരുന്നതിന് മുമ്പ് അതിൻ്റെ മുമ്പിൽ ഒരു ആനക്കാരൻ ഓടി വന്നിരുന്നു. അദ്ദേഹം നിന്നോട് പറഞ്ഞില്ലേ, ആന ഇടഞ്ഞു വരുന്നുണ്ട്, മാറി നിൽക്കണമെന്ന്. അപ്പം മണ്ണിലും വിണ്ടിലും തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട്, സർവ്വചരാചരങ്ങളിൽ ഈശ്വരനുണ്ട്. ആ വന്ന ആനക്കാരനിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരൻ നിന്നോട് പറഞ്ഞു, ആന ഇടഞ്ഞു വരുന്നുണ്ട്, മാറി നിൽക്കണമെന്ന്. പക്ഷേ ആ ഈശ്വരനെ നീ അവഗണിച്ചിട്ട് ആനയിലെ ഈശ്വരനെ കാണാൻ നിന്നു. അതാണ് നിനക്ക് പറ്റിയ തെറ്റ്. ഇപ്പോൾ മനസ്സിലായോ? ശിഷ്യന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ ഇടയിലും ഉണ്ട്. നമ്മൾ ചെയ്ത് വിജയിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചില ആൾക്കാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന രീതിയിൽ പോയാൽ മതി, നിങ്ങൾ വിജയിക്കും. പക്ഷേ അവർ മനസ്സിലാക്കുന്നത് മറ്റൊരു തരത്തിലായിരിക്കും. അങ്ങനെ അവർ പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ പരാജയപ്പെട്ടവർ നമ്മെ നോക്കി പറയും, ഓ, നിങ്ങളിത് പറഞ്ഞുകൊണ്ടാണ് ഞാനത് ചെയ്തത്, അതുകൊണ്ടാണ് എനിക്ക് പരാജയം സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കുന്ന രീതികൾ, പ്രവർത്തിക്കുന്ന രീതികൾ എല്ലാം ശരിയായിരുന്നാൽ മാത്രമേ കാര്യങ്ങളൊക്കെ ഫലപ്രദമായി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ഈ കഥയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഒരു കഥയുമായി ഇനിയും വരാം. ബൈ.